നമ്മളെ നെവിന്റെ കണ്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മളെ ദൈവിൻ ചേട്ടായിനെ ലാലേട്ടൻ ഇരുന്ന് പൊരിക്കുന്നത്. ഇന്നൊക്കെ കണ്ടിട്ട് പൊരിക്കണ പോലെ തോന്നിയാ? ഇക്ക് കണ്ടിട്ട് പൊരിക്കണ പോലെ അല്ല കേട്ടോ തോന്നിയത്. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ തേച്ച് കുളിപ്പിക്കുന്നത് പോലെ എന്താ മോനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നീക്കാൻ വൈകി. സമയത്ര 11:30. പല്ലും കൂടി തേച്ചിട്ടില്ല, കണ്ടില്ലേ മോന്തണ്ടറിഞ്ഞൂടെ. നമുക്ക് എന്തായാലും ലാലേട്ടൻ പൊരിക്കണതും കൂടി ഒന്ന് കണ്ടോക്കാം അല്ലേ. എന്നാലും എൻ്റെ ലാലേട്ട നിങ്ങൾക്ക് പൊരിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലേ. എന്താണ് നെവിന്റെ പ്രശ്നം പറയൂ. ഒന്നുമില്ലെന്നാ? ഒന്നുമില്ല ലാലേട്ടാ. ജസ്റ്റ് കിടന്നുറങ്ങുന്ന ആളുകളുടെ തലയിലൂടെ വെള്ളം ഒഴിക്കുക, പിന്നെ പ്രാവും ഷാനവാസിന്റെ നെഞ്ചത്ത് കുറച്ച് പാല് കുപ്പിയൊക്കെ എടുത്ത് എറിയുക. സോറി, പാലും കുപ്പിയല്ല, മറ്റേ പാക്കറ്റ് എടുത്ത് എറിയുക. ആള് ബോധം കെട്ട് പോണിപ്പോ. നാടകമാണ്, ഡ്രാമയാണ് എന്ന് തമാശക്ക് പറയുക, അത്രേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാതെ സ്ത്രീകളെയും അതേപോലെ മറ്റുള്ള ആളുകളെയും ചൊറിയുക, അങ്ങനെ ചെറിയ ചെറിയ കലാപരിപാടികൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിനൊക്കെ ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ വീക്കെൻഡിൽ വന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ്? എന്തായാലും ചോദ്യം കൊള്ളാൻ കേട്ടോ. എന്താ മോനെ പറ്റിയത് എന്നാണ്. നെവിന്റെ പ്രോബ്ലം എന്താണ് ഞാൻ കൂടെ പറഞ്ഞു തരൂ. നെവിന്റെ പ്രോബ്ലം എന്താന്ന് നെവിന് പോലെ അറിയില്ല. 24 hours എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ അത് തിന്ന ബാക്കി കൂടെ കളയാന്നല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല ലാലേട്ടാ. പിന്നെ അവനെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ ലാലേട്ടൻ അവിടെ എല്ലാ ആഴ്ചയിലും വരാറ്. നന്നായിട്ട് കക്കണം കേട്ടോ, ആളുകളെ ഉപദ്രവിക്കണം കേട്ടോ, എന്താ മോനെ പറ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ആളെങ്ങനെ ആക്കി കൊടുക്കുക. കൊള്ളാം ലാലേട്ടാ, കൊള്ളാം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. ആ നെവിൻ എന്ന് പറയുന്ന കുതിരയെടുത്ത് കളയാതെ വന്നിട്ട് മോനെ എന്താ ആ ഷാനവാസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ പറയണ്ട എൻ്റെ പൊന്നു ലാലേട്ടാ. പറയുമോ എന്തൊരു ഈ ഒരു സാധനത്തിന് മ്യൂസിക് മാറ്റിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മ്യൂസിക് ഇട്ടിട്ട് ജൻ 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 ഇട്ടിട്ട് നമ്മൾ വിചാരിക്കും ലാലേട്ടൻ പൊരിക്കാന്ന്. മ്യൂസിക് ഞാനങ്ങ് എടുത്ത് കളഞ്ഞ്, നിങ്ങൾ കേൾക്ക്. അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചെറുതായിട്ട് മൂലക്കുരുവിന്റെ രസ്കിത ഉള്ളത് കൊണ്ട് തന്നെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോറി, ഇരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എടുത്ത് ദൂരെ കളയാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ട ചെയ്യുക. ഷാനവാസ് അകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് എടുക്കുന്ന തീരുമാനം ഇയാളെ പുറത്താക്കണമെന്ന് പറയുകയാണെങ്കിൽ പുറത്താക്കുമെന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ബിഗ് ബോസിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ പുറത്തുള്ള ഒരു ചാനൽ പേജ് വഴിയാണ് ഞങ്ങൾ കൂടുതൽ അറിയുന്നത്. സാധാരണക്കാരായി നമ്മൾ ഇതൊക്കെ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് ലാലേട്ട. എടുത്ത് ദൂരെ കളയാതെ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കൊടങ്ങ് നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ ഇത് വളരെ മോശമായ കാര്യമാണ്. അത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. ലാലേട്ട് പറ്റില്ല വെച്ചിട്ട് നെവിന് പറ്റും. നെവിന് അറിയാം, പറഞ്ഞിട്ടുണ്ടായിരുന്നവൻ. ഇത് ലാലേട്ടന് മുന്നിലല്ലേ അതൊക്കെ നിസാരം, ഞാനതൊക്കെ തട്ടിക്കളയെന്ന് പറഞ്ഞത്. സംഭവം നിന്ന് മോങ്ങുന്നുണ്ടെങ്കിൽ പോലും അവന്റെ ആ ഒരു കളിയും തമാശകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നാ പറയുന്നത്. മെൻസസ് ആയി കിടക്കുന്ന ആളുടെ മേത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആരാധകരുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഒരു വട്ടം പുറത്തു പോയവൻ തിരിച്ചു വന്ന് ഊളത്തരം കാണിച്ചപ്പോൾ ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞ് നിൽക്കാതെ അവനെ ഒഴിവാക്കിയാൽ എന്താ കുഴപ്പമുള്ളത്? അത്രയും ജനങ്ങൾക്ക് അവനോട് വെറുപ്പാണടേ, വെറുപ്പാണ്. എൻ്റെ പൊന്നു ലാലേട്ടാ, ഉള്ള വില മൊത്തം ഈ ഒരു പരിപാടിയിലൂടെ കൊണ്ടുപോയി കളഞ്ഞ സ്ഥിതിക്ക് ഇവനെ എടുത്ത് കളഞ്ഞാൽ ആ പേര് തിരിച്ചു കിട്ടില്ലേ? എന്തായാലും നമ്മൾ പേൽക്കുപ്പിച്ചേട്ടായി ഔട്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുമല്ലേ. നെവിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് നെവിനോടല്ലല്ലോ ലാലേട്ട ചോദിക്കേണ്ടത്. നിങ്ങളല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പോലൊരു തീരുമാനം ഇല്ലേ? അവരെടുത്ത് കളയണമെന്ന് തോന്നുന്നില്ലേ? നെവിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. മോനെ ഞങ്ങൾ എന്താട്ടാ ചെയ്യണ്ടേ എന്ന് പറയാതെ എൻ്റെ പൊന്നു മോനെ നീ എങ്ങോട്ട് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, മെയിൻ വാതിൽ തുറന്ന് അകത്ത് നിന്ന് പുറത്തേക്ക് വരും മകനെ എന്ന് പറയുന്ന പകരം നെവിനോട് തന്നെ ചോദിക്കുന്നില്ല ലാലേട്ടൻ. ആര് പറഞ്ഞാലേ ഇത് എന്റെ സ്പേസ് ആണ്, എനിക്ക് ഐ വിൽ ടേക്ക് എ കോൾ ഓൺ. അത് ശരിയാണ്. ആ ഒരു സ്പേസിൽ ലാലേട്ടനാണ് ഒരുപാട് ഓടി കളിക്കാനും നടക്കാനൊക്കെ സ്ഥലമുണ്ട്. ലാലേട്ടൻ തന്നെ അതെടുത്തു അവനെ എടുത്ത് പുറത്താക്കാതെ ലാലേട്ടൻ കെടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? എന്താ ലാലേട്ട? ഒരു ചൂടായ മോന്തം കൂടി കാണിച്ചതിന് നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ മ്യൂസിക് എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ലേ? ഇനി ആ ഗൗരവം മനസ്സിലാവാത്ത ആളുകൾക്ക് ഞാൻ കട്ടിങ് ഇല്ല, അതൊന്ന് കേൾപ്പിച്ചാലും ഒന്ന് കേട്ടോക്കി. എന്താണ് നെവിന്റെ പ്രശ്നം പറയൂ. ഒന്നുമില്ലെന്നാ? നെവിന്റെ പ്രോബ്ലം എന്താണ് ഞാൻ കൂടെ പറഞ്ഞു തരൂ. അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ ഇത് വളരെ മോശമായ കാര്യമാണ്. അത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. നെവിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആര് പറഞ്ഞാലേ ഇത് എന്റെ സ്പേസ് ആണ്, എനിക്ക് ഐ വിൽ ടേക്ക് എ കോൾ ഓൺ. എങ്ങനെയുണ്ട്? ഇതല്ലട്ടാ പരിപാടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? അപ്പൊ അത്രേ ഉള്ളൂ. അവിടെ നെവിനെ പുറത്താക്കിയിട്ടൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പല ആളുകളും പറയുന്നു.
ഈ മണകുണാഞ്ചിനെ അവിടെ നിർത്തിയിട്ട് എന്ത് കാര്യമുള്ളത് എന്നുള്ളതാണ്. ഇനി ഈ ആഴ്ചയിൽ എവിഷനിൽ വന്നത് ഇയാളാണെന്നും പറയുന്നു. സത്യത്തിൽ അവിടെ ഡിസർവ് അല്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെയൊക്കെ ഒഴിവാക്കണം ആദ്യം കേട്ടോ. ആര്യനൊക്കെ നല്ല ടോപ്പായിട്ട് കളിച്ച് അത്യാവശ്യം നല്ല പോയിന്റൊക്കെ വാങ്ങി, 51 പോയിന്റൊക്കെ വാങ്ങി അവിടെ എത്തിയൊരു മനുഷ്യനായിരുന്നു. ഇത്രയും നാളും കാണിച്ച കൂതറത്തരങ്ങളൊന്നും ഒന്നും ചെയ്തില്ല. അവൻ അവിടെ തന്നെ നിർത്തിയിട്ട് ഇപ്പം അവനെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഈ ഒരു മണകുണാഞ്ചനല്ലേ എടുത്ത് കളയേണ്ടത്. ഇവനെടുത്ത് കളഞ്ഞാൽ തന്നെ കുറെ കഴിയും. പിന്നെ അതിലെ എടുത്ത് കളയാനുള്ളതാണ്. അതിലെ ഭാഗ്യം കൊണ്ട് ഇതിൽ വന്നില്ല, അതുകൊണ്ട് അവൾ എടുത്ത് കളഞ്ഞില്ല. പക്ഷെ എടുത്ത് കളയണമായിരുന്നു. അതായിരുന്നു ലാലേട്ടാ ചെയ്യേണ്ടിരുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. ഈ ഒരു ബിഗ് ലൂസ് ഉണ്ടല്ലോ, ഈ സീസൺ 7 വളരെ വളരെ മോശം സീസണായിട്ട് തന്നെ കിടക്കും. ബാക്കിയുള്ള എല്ലാ സീസണും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു സീസണായിട്ട് കിടക്കുന്നു. പിന്നെ എന്താണോ ചക്രവാളത്തിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു, അക്ബറിന് ഒരു കപ്പ് എന്നൊക്കെ. ഇവിടെ ബോട്ടിനെയും കപ്പലിനൊക്കെ വാങ്ങിക്കൊണ്ട് ആളുകൾ വോട്ട് ഇങ്ങനെ നിരത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അനുമോളുടെയും അനീഷിന്റെ വോട്ടിന്റെ അടുത്ത് ഒരിക്കലും അക്ബർ എത്തില്ല. കപ്പെങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ മോഞ്ചു ലാലേട്ടാ. അപ്പോൾ വീണ്ടും വരാൻ കേട്ടാ. ഞാനേ നീച്ച് പാടം തന്നെ ഇപ്പോൾ സ്റ്റുഡിയോയുടെ മുകളിൽ കയറിയിട്ട് വീടെടുക്കാൻ സമയം കിട്ടിയില്ല. തലകെട്ട് കെട്ടിയാണ് ചെയ്തെന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാൻ കേട്ടോ. ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ചോളി. അപ്പോൾ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ ആയിട്ട് അത് സന്ദീപ് സൈനിങ് ഓഫ്.